ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇടപെട്ട് നരേന്ദ്രമോദി. ഇസ്രയേൽ UAE രാഷ്ട്രത്തലവന്മാരെ മോദി ഫോണിൽ വിളിച്ചു. സമാധാനം കൊണ്ടുവരാൻ ഇടപെടലിന് ഇന്ത്യ തയ്യാറാണെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് കമ്മിറ്റി യോഗം ചേർന്നു. രാജ്യത്ത് ഷിയ മുസ്ലിം വിഭാഗം പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ജമ്മുകശ്മീരിൽ ആഭ്യന്തര മന്ത്രാലയം സുരക്ഷ ശക്തമാക്കി. ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യൻ മേഖലയിൽ പുകയുന്ന അശാന്തതയ്ക്കിടയിലാണ് ഇന്ത്യ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ തൻ്റെ വസതിയിൽ സുരക്ഷാ കാര്യങ്ങൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് സമിതി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ധനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത്. വിവിധ എംബസികൾ മുഖേന ഈ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന പ്രദേശത്തെ ആളുകൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ എംബസികളും അതാത് പ്രദേശങ്ങളിലുള്ള ഇന്ത്യക്കാരുമായി ബന്ധം സ്ഥാപിച്ചു വരികയാണ്. എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ട് എങ്കിൽ എംബസിയെ ബന്ധപ്പെടാനുള്ള എല്ലാ നിർദ്ദേശവും ഇന്ത്യക്കാർക്ക്, പ്രവാസികളായ ഇന്ത്യക്കാർക്ക് എംബസികൾ മുഖേന നൽകിയിട്ടുണ്ട്. രാജ്യത്തിനകത്തും വലിയ രീതിയിലുള്ള കരുതലും ജാഗ്രതയുമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഷിയ വിഭാഗത്തിൻ്റെ ആത്മീയ തലവൻ കൂടിയായ ഖമനേയിയുടെ മരണത്തിന് പിന്നാലെ ആ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ആളുകളുടെ എല്ലാം പ്രകടനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ അരങ്ങേറുകയുണ്ടായി. ഇന്നലെ അർദ്ധരാത്രിയിൽ ഉൾപ്പെടെ ജമ്മു കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടന്നു. ലക്നൌവിൽ നടന്നു. ഇന്ന് ഇപ്പോൾ പല മേഖലകളിലും ബന്ദിന് സമാനമായ സാഹചര്യങ്ങളാണുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ പോലീസ് വിന്യാസം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ലാൽ ചൗക്ക് ഉൾപ്പെടെ അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇറാൻ അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും പ്രകടനങ്ങൾ അത് അക്രമാസക്തമാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. രാജ്യത്തെ വിമാന സർവീസുകളെയും കാര്യമായി ഇപ്പോൾ യുദ്ധം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി സർവീസുകൾ ഇന്നും മുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.